വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ കാണുന്ന പോലെ തന്നെ പൈപ്പ് ഓൺ ആക്കുമ്പോൾ തന്നെ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ടാപ്പിൽ നിന്ന് ആ ഒരു ഫിൽറ്ററും ആ റിങ്ങും നമുക്ക് അഴിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കി എടുക്കണം. സെപ്പറേറ്റ് ആക്കി ത്രെഡ് ടൈപ്പാണ് വരുന്നത് ആ ഫിൽറ്റർ വരുന്ന ഭാഗം. അതിനുശേഷം ആ റിങ് മാത്രമായിട്ട് എടുത്തിട്ട് ആ റിങ്ങിനകത്ത് 4 സ്ക്രൂ വരുന്നുണ്ട്. ഈ 4 സ്ക്രൂവും നമ്മൾ ഒന്ന് അഴിച്ചു വെച്ചതിന് ശേഷം ടാപ്പിലേക്ക് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് വേണം ഈ 4 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ സ്ക്രൂ നല്ല രീതിയിൽ വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. ഈ സ്ക്രൂവും ഈ റബ്ബർ വാഷറും അതിനടിയിലൊരു റബ്ബർ വാഷറുണ്ട്. ആ റബ്ബർ വാഷറും എത്രമാത്രം ടൈറ്റ് ആയിട്ടിരിക്കുന്നു അത്രമാത്രം ലീക്ക് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നോക്കിയാൽ മാത്രം മതി. ഇവിടെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. കാരണം ഇത് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ലീക്ക് വരാതെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫിൽറ്റർ ഞാൻ കറക്റ്റായിട്ട് തന്നെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ത്രെഡൊന്നും പോകാൻ പാടില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഈ ത്രെഡ് കയറാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടാത്ത രീതിയിൽ നമ്മളൊന്ന് വെച്ച് ത്രെഡൊന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് കയറിക്കോടും. എന്തായാലും ഇത് സെറ്റായിട്ടുണ്ട്. നമുക്കിത് നിന്ന് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടോ. ഞാൻ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യണം. ടാപ്പ് ഓൺ ആക്കാൻ പോകുന്നത്. ടാപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. വെള്ളം അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷനായിട്ട് വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലെല്ലാവർക്കും ഗുഡ് ബൈ.